എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. തേങ്ങയൊക്കെ കേടായാൽ സാധാരണ നമ്മൾ വലിച്ചെറിയുകയാണല്ലോ പതിവ്. എന്നാൽ ഇനി അതൊന്നും കളയാതെ നമുക്ക് അത് ഉപയോഗപ്രദമാക്കി എടുത്താലോ? കേടായ തേങ്ങയുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഓയിലാക്കി സൂക്ഷിക്കാം. മുഖത്തും കൈകളിലുമൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ മുഖസൗന്ദര്യമൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒട്ടും തന്നെ ബാഡ് സ്മെല്ലോ ഒന്നും ഈ ഓയിലിനുണ്ടാകുകയില്ല. മുഖസൗന്ദര്യമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ഈ ഓയിൽ തയ്യാറാക്കുന്ന വിധം പെട്ടെന്നൊന്ന് കണ്ടിട്ട് വന്നാലോ കൂട്ടുകാരെ. ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ചെറിയ മണമൊക്കെ വന്നിട്ടുള്ള തേങ്ങയാണ്. ഞാനൊരു 3 എണ്ണം ആകുന്നത് വരെ ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. കാരണം കുറച്ച് അധികമായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് കുറച്ച് നേരം ഒന്ന് മെനക്കെട്ടാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചധികം ഓയിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മളൊരു 3-4 എണ്ണം ആയി കഴിയുമ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത്. എടുത്തു വെച്ചിരുന്ന 3 തേങ്ങയും ഇതുപോലെ ചിരകി എടുത്തിട്ടുണ്ട്. ഞാനൊരു വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് ഇളം ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ ഈ തേങ്ങയുടെ പാല് മുഴുവനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പച്ചവെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചാൽ പാല് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നതാണ്. ഒത്തിരി അങ്ങ് വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് വറ്റിച്ചെടുക്കാൻ കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൾസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഈ തേങ്ങയുടെ പാല് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ തേങ്ങയെല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് അരഞ്ഞു പോയിട്ടില്ല, ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതേ ഉള്ളൂ. നമ്മൾ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് അരച്ചെടുത്താൽ മതി. നമുക്ക് തേങ്ങയുടെ പാലെല്ലാം കറക്റ്റായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. തേങ്ങയുടെ പാലെല്ലാം കറക്റ്റായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് ഈ ഇളം ചൂടുവെള്ളം ചേർത്ത് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ സാധിക്കുന്നതാണ്. എല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്ത ശേഷം ഞാൻ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ നല്ലത് നമ്മളൊരു കോട്ടൺ തുണിയിലോട്ട് ഈ അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ടിയിട്ട് പിഴിഞ്ഞെടുക്കുന്നതാണ്. അരിപ്പയിലൂടെ ആകുമ്പോൾ കുറച്ച് പീസസൊക്കെ ആ ഒരു വിടവിലൂടെ ഇതിനകത്തോട്ട് വീഴാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു 3-4 തേങ്ങയാകുമ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചാൽ മതി. തേങ്ങ കേടായി കഴിയുമ്പോൾ തിരുമ്മി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു 3-4 എണ്ണം ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഉരുക്കിയ വെളിച്ചെണ്ണ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഒട്ടും തന്നെ ആ ഒരു കേടായ തേങ്ങയുടെ സ്മെല്ലോ ഒന്നും ഈ ഓയിലിനുണ്ടാകാതെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്കൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതോടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് ഈ ഓയിൽ തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച കൂട്ടത്തിൽ ഈ ക്യാരറ്റും കൂടെ ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു കളറൊക്കെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഓയിൽ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മുഖത്ത് നല്ല തിളക്കം കിട്ടുന്നതിന് വേണ്ടി സഹായിക്കും. ഈ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ക്യാരറ്റ് എല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. കുഞ്ഞു കുട്ടികളുടെ ദേഹത്തൊക്കെ പുരട്ടാനാണെങ്കിലും വളരെയധികം നല്ലതാണ്. ക്യാരറ്റും കൂടെ ചേർക്കുന്നത് കൊണ്ട് ഈ ഓയിൽ ഒരു പ്രത്യേക കളറാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്താണെങ്കിലും കൈകാലുകളിലൊക്കെ അപ്ലൈ ചെയ്താൽ നല്ല ഒരു കളറും കിട്ടുകയും ചെയ്യും. ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ആ തേങ്ങാപ്പാലിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി സ്റ്റൗ ഓണാക്കി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ആ ഒരു സമയം എന്ന് പറയുന്നത് കുറച്ച് ലെന്തിയാണ്. കുറച്ച് സമയം എടുത്ത് മാത്രമേ നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏകദേശം ഒരു 2 കപ്പ് അളവ് വെള്ളം മാത്രമേ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തുള്ളൂ. നമ്മൾ വെള്ളം എത്രത്തോളം കൂടുതൽ ചേർത്ത് കൊടുത്താൽ അത്രത്തോളം നമ്മൾ വറ്റിച്ചെടുക്കാനായിട്ട് സമയം കൂടുതലെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലും മതി. ഒന്ന് തിളച്ച് വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തിള വന്നു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം. തേങ്ങയ്ക്ക് വില കൂടിയ സമയത്ത് ഒരു പീസ് തേങ്ങ പോലും നമുക്ക് പാഴാക്കി കളയാനായിട്ട് പറ്റുകയില്ല. കേടായ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് മാക്സിമം ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു രീതി ചെയ്താൽ. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമൊക്കെ വറ്റി ആ എണ്ണയിലോട്ട് ആ ക്യാരറ്റിൻ്റെ കളറൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയും വറ്റി വരാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എണ്ണ തെളിഞ്ഞ് കിട്ടുന്ന ആ ഒരു പരുവാക്കി എടുക്കാനുമുണ്ട്. ഒന്ന് മെനക്കെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഒരു രീതിയിൽ തിള വരാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റൗ കുറച്ച് വെക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൗ ടോപ്പിലെല്ലാം ഇത് തെറിച്ച് വീഴാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഇനി കൈവിടാതെ ഇളക്കി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചധികം സമയം എടുത്താൽ മാത്രമേ നമുക്കിത് ഉരുക്കിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മൊത്തം നിങ്ങളെ കാണിച്ചാൽ വീഡിയോയുടെ ലെന്ത് കൂടുന്നത് കൊണ്ട് ഞാൻ അതെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്നു.
അതിനുശേഷം ഞാനൊരു കോട്ടൺ തുണിയിലോട്ട് ആ തേങ്ങയുടെ കൂട്ടെല്ലാം കൂടി ഒന്ന് ആക്കി ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടോ, എണ്ണയുടെ ഒരു കളറ് കണ്ടോ, നല്ല ഒരു കളർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള പെഷലാണ് ഈ പാത്രത്തിൽ കിടക്കുന്നത്. തുണിയിലൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞ് ബാക്കിയുള്ള ആ തേങ്ങയുടെ പൊടികളാണ് ഈ കാണുന്നത്. ഇത് നമുക്ക് ഉപയോഗപ്രദമാക്കാനായിട്ട് സാധിക്കും. കോഴിത്തീറ്റയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ആ ഒരു തീറ്റയിൽ ഇതും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്. അങ്ങനെ നമുക്ക് കേടായ തേങ്ങ കൊണ്ട് ഓയിലും തയ്യാറാക്കിയെടുക്കാം. അതിൻ്റെ ബാക്കി വന്ന ആ ഒരു പെഷഡ് കൊണ്ട് കോഴിയുടെ തീറ്റയിലൊക്കെ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. വളരെയധികം ഉപകാരപ്രദമായില്ലേ? ഈ ഒരു രീതി നിങ്ങൾ തയ്യാറാക്കി എടുത്ത് നോക്കിക്കേ. നമ്മൾ കേടായ തേങ്ങ കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തതെന്ന് ആരും പറയില്ല. ഒട്ടും തന്നെ ഒരു ബാഡ് സ്മെല്ലൊന്നും ഈ ഓയിലിനില്ല. നല്ല ക്യാരറ്റ് വെന്ത ഒരു വെളിച്ചെണ്ണയുടെ മണമാണ് ഇതിന് കിട്ടുന്നത്. നമ്മൾ മീഡിയം വലുപ്പമുള്ള 3 കേടായ തേങ്ങ ചിരകിയതാണ് എടുത്തത്. അപ്പോൾ ഇത്രയും ഓയിലാണ് നമുക്ക് ലഭിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരെണ്ണം കൊണ്ടൊക്കെ തയ്യാറാക്കിയാൽ നമുക്ക് വളരെ കുറച്ച് ഓയിലേ കിട്ടുകയുള്ളൂ. കേടായ തേങ്ങയൊക്കെ ഉള്ളപ്പോൾ ചിരകിയെടുത്ത് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. കുറച്ച് അധികമായി കഴിഞ്ഞ് തയ്യാറാക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലാക്കിയിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുളിക്കുന്നതിന് മുമ്പൊക്കെ മുഖത്തോ കൈകളിലോ ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്. നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഈ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ അടുത്തേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.